हेलो एवरीवन, दिस इज श्वेता। मेरा नाम है इंद्र और आप सबका स्वागत है हमारे चैनल में। तो अभी हम बंधन मूवी का अगला सीन करने आ रहे हैं, तो आइए देखते हैं। എന്താ എന്താ പറ്റി ഫെർണാണ്ടസ്? നിങ്ങൾ ഇത്തരക്കാരനാണെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. വാട്ട് യു മീൻ? അയ്യോ പാവം, ഒന്നും അറിഞ്ഞിട്ടില്ല. താൻ ഇതിനാണോ ഈ വിദ്യാർത്ഥികളെ കൂടെ കൂടെ നടത്തുന്നത്? മിസ്റ്റർ ഫെർണാണ്ടസ്, നിങ്ങൾ ഈ കോളേജിൽ ഒരു വിദ്യാർത്ഥിനെ റേപ്പ് ചെയ്തു. മാനക്കേട് പറയുന്ന പെൺകുട്ടി ആത്മഹത്യ. ഇല്ല, ഞാനല്ല ഇതൊക്കെ കാരണക്കാരൻ. അല്ലാന്ന് പറഞ്ഞിട്ടൊന്നും ഇനി കാര്യമില്ല. വ്യക്തമായ തെളിവുകളുണ്ട്. നിങ്ങളെ അറസ്റ്റ് ചെയ്യാനാണ് ഇവർ വന്നിരിക്കുന്നത്. അതെ, നിങ്ങൾ ഇന്നലെ രാത്രി ആ പെൺകുട്ടിയെ മാനഭംഗപ്പെടുത്തി. അത് കണ്ട സാക്ഷികളുണ്ട്. ഇല്ല, ഞാനല്ല. അതെ, ഇൻസ്പെക്ടർ അറസ്റ്റ് ചെയ്യണം. യെസ്, ಸಂಬಂಧವಾದ ಸಾಕ್ಷಿಗಳು ಕ್ರಾಸ್ ಪ್ರಶ್ನೆಗಳು ಕೇಳುವುದಕ್ಕೆ ಮುಂದೆ ನಿಜವಾದ ವಿಷಯವನ್ನು ಬೆಳಕಿನಲ್ಲಿ ಹೇಳದ ಹಾಗೆ ಪ್ರೀತಿಯ ಸ್ನೇಹಿತನು ತನ್ನ ವಾದ ಸಾಮರ್ಥ್ಯನು ಚೆನ್ನಾಗಿ ಹೇಳಿದರು. The witness and circumstances prove undoubtedly nature threatened her. If she exposes this matter to anyone, she will have to face the disastrous consequences of it, which tempted the girl to commit suicide. So the crime he has committed should be looked upon a well-conceived, planned, brutal murder and rape. Your Honor, I humbly request you to treat this case under Section 302 IPC and request you to punish this culprit to the maximum. Daddy. 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 Why did you do it, Daddy? എന്തിനാണ് ഇത് ചെയ്തത്? ഇല്ല, ഞാനത് ചെയ്തിട്ടില്ല. ഞാൻ തിരിച്ചു വരും. ഒരുത്തരെ ഞാൻ വെറുതെ വിടില്ല. ചെയ്യാത്ത തെറ്റിന് അവരെന്നെ ശിക്ഷിച്ചപ്പോ ഞാൻ എന്റെ മനസ്സ് കുറിച്ചിട്ടു. എന്റെ മെഴ്സിയെ നശിപ്പിച്ചവരെ, എന്നെ കുറ്റവാളിയാക്കിയവരെ ഞാൻ ശിക്ഷിക്കുന്നു. അതിനാണ് ഞാൻ ജയിലിൽ കഴിയത്. ഞാൻ ജയിലിൽ പോകുമ്പോ എന്നെ ആശ്വസിപ്പിക്കാൻ ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ, ലക്ഷ്മി. എന്റെ ബാങ്ക് ബാലൻസ് മുഴുവൻ അവളെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ പോകുന്നത്. എന്നെ ബാംഗ്ലൂരിൽ എത്തിച്ചു കഴിഞ്ഞാൽ അവളെ കണ്ടെത്തിയാലുടൻ നിന്റെ പണം ഞാൻ തരും. അതുപോലെ സഹിക്കാനും ക്ഷമിക്കാനുമുള്ള മനസ്സുണ്ടെങ്കിൽ മാത്രം നീ എന്റെ കൂടെ വന്നാൽ മതി. നിങ്ങളുടെ മോനാണ് വിളിക്കുന്നത്. നീ എന്റെ മോനല്ല. ജോസഫ് ആന്റണി റോഡിക്സ് ആരാണ്? മൊത്തം കാശും കെട്ടിപ്പിടിച്ചോണ്ട് ഇരുന്നോ, ചാവും പേരും കൂടി അങ്ങോട്ട് കൊണ്ടുപോവാ. ഒരുത്തരോടെ പട്ടിണി ചത്താനും വേണ്ടില്ല. തള്ളക്ക് ഇംഗ്ലണ്ടിൽ പോയാ മതി. ഈ കണക്കിന് നിങ്ങള് ഇംഗ്ലണ്ടിലും പോകൂല, ഒരിടത്തും പോകൂല. കളിക്കാൻ ഞാൻ അകത്ത് കയറാൻ പോവാണ്. ആരെങ്കിലും പറഞ്ഞുണ്ടോ നോക്കണം. പലയിടത്തും വായി നോക്കി ഇരിക്കട്ടെ. अभी कुछ उल्टा होगा देखना। കളിക്കാൻ നോക്കണുണ്ടല്ലോ. ഓ खुलेगा नहीं। ഹലോ, അയ്യോ, അവള് വന്ന്. എവള്? ഗാഥ. അയ്യോ അറിയ, അതവളല്ല. നീ ധൈര്യമായിട്ട് സെർച്ച് ചെയ്തു. ഇടിക്ക് എന്തുവാടേ ഇത്?
ഓ ആകെ 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 ഹലോ കുഴപ്പമായി ആര്? വരുന്നുണ്ട് ആര് ഞാൻ കിളവി വരുന്നുണ്ട്. ഹലോ അളിയൻ ദേഷ്യപ്പെടരുത്. ഇത് ആ കിളവിയല്ല, അരെ, അരെ. ആര്? നിന്റെ അമ്മൂമ്മ ഇത് മറ്റൊരു കിളവി. എടി നിനക്ക് പറ്റൂലേ കളഞ്ഞിട്ട് പോടേ. കൊറേ സമയമായിട്ട് കളിയാക്കണ്. हमेशा कोई और आ रहा है बिल्कुल आ गई पता चला वो भाई यार, वो उठाएगा नहीं। उठाएगा नहीं। आ गई आ गई आ गई। ഹലോ ആരെ? അളിയ അവിടെ വന്ന്. എടാ കണ്ണുപൊട്ടാ, നീ ആദ്യം അവളാണോ അത് വേറെ ആരെങ്കിലും ആണോ നോക്ക്. അല്ലടിയ ഇപ്രാവശ്യം ശരിക്കും അവള് തന്നെ. ഇത് വലിയ ശല്യമായല്ലോ. अरे रे ദേ അവള് മേലോട്ട് കയറുന്നു. അവള് മോളെ അയ്യോ ആന്റി ഡോർ തുറന്നിട്ട് ഈ ആന്റി ഇവിടെ പോയി Uh-oh. Ah. Oh. go out from here. एंटी भी आ गई है अभी तो। Dada, open the door. ഞാൻ കാശും കെട്ടിപ്പിടിച്ചോണ്ടിരിക്കുന്നു. എന്റെ കാശ് ഞാൻ കെട്ടിപ്പിടിച്ചോണ്ടിരിക്കുന്നു. ഇവനാരും ചോദിക്കാൻ वो क्या कर रहा है अभी इसको समझ नहीं आ रहा। എന്നെ കൊല്ലും. ഞാൻ കാണിച്ചോണ്ട് പോണം. अरे रे if we will open then അവനെന്നെ കൊല്ലുമെന്ന് റോഡിൽ നിന്ന് വിളിച്ചു പറയുന്നു. ഞാൻ ലണ്ടനിൽ പോയാൽ അവൻ എങ്ങനെ എന്നെ കൊല്ലും? drunk. അവൻ കറക്റ്റ് ഓർ നോട്ട്? ഓരോരുത്തർക്കും ഒരു പേരേ ഇല്ല. ഞാൻ ഇവന് 4 പേരിട്ടു. ഇപ്പൊ അത് കുറ്റമായി പോയി. बॉर्डर से उठा के लेके आई है। അവന്റെ അച്ഛന്റെ പേരറിയണം. ഞാൻ പറഞ്ഞു കൊടുത്തേനെ. പക്ഷേ ഞാൻ കറക്റ്റ് ഓർ നോട്ട്? अरे करेक्ट कर रहा है। പിള്ളേർക്ക് കുറച്ച് കൂടി പോകുന്നുണ്ട്. आ അല്ല ഇവൻ എങ്ങനെ ഇവിടെ വന്നു? ഏയ് ഏയ് സ്റ്റോപ്പ് സ്റ്റോപ്പ് ലുക്ക്. He's lost. He's lost. It's in cloud9. കൊത്തിവെച്ച വെണ്ണക്കൽ ശില്പം, അയലത്തെ ആ സുന്ദരി. നീ അവളെ അനന്തതയുടെ അജ്ഞാത നീലിമയിൽ ഒഴുകി വരുന്ന ഒരു അപ്സരസായി കണ്ടോ? കണ്ടു. എന്റെ അമ്മേ, നീലനിഷീദിനിയിൽ താമര പൊയ്കയിൽ നീലത്തടാകത്തിൽ നീന്തി തുടിക്കുമ്പോൾ ദേഹപ്പൂക്കളുമായി കാത്തു നിന്നപ്പോൾ ഒരു സ്വപ്ന സുന്ദരിയെപ്പോൾ അവൾ വരുന്നത് നീ കണ്ടോ? അതേളിയാ ഞാൻ കണ്ടു. ഓ, പച്ച പട്ടുടുത്ത പ്രകൃതി പട്ടുമുടുത്തൊരു പച്ചപ്പനന്തത്തെയായി പാട്ടും പാടി അവൾ പറന്നു വരുന്നതായി നിനക്ക് തോന്നിയോ? തന്നെ തന്നെ എനിക്ക് തോന്നി. എന്റെ മനസ്സ് ഇത്ര മനോഹരമായിട്ട് മനസ്സിലാക്കാൻ നിനക്ക് എങ്ങനെ കഴിഞ്ഞു? നീ എന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനാ. പെണ്ണുങ്ങളെ കാണുമ്പോൾ മാത്രമേ നിനക്ക് ഈ വാചകങ്ങൾ ഓർമ്മ വരൂ. പക്ഷെ ഈ വാചകങ്ങൾ എന്റെ മനസ്സിൽ വർഷങ്ങൾക്ക് മുമ്പ് പതിഞ്ഞു പോയടാ. എങ്ങനെ? എഴുതാ എഴുതാ കഴിവറ മോനെ, എന്റെ ജീവിതം ഒരിക്കൽ കൂടി കുളം കൊണ്ടാൻ വേണ്ടിയാണോടാ നീ ഇങ്ങോട്ട് എഴുന്നള്ളിയിരിക്കുന്നത്? അളിയ നീ എടാ,
ഇതേ വാക്കുകൾ നീ എന്നോട് 1979-ൽ ആ കോളേജിൽ ലതാ എസ് നായരെ പ്രേമ അന്ന് നീ തന്നെ എടുത്ത് അവൾക്ക് കൊടുത്തപ്പോൾ, അവളത് പ്രിൻസിപ്പലിനോട് കംപ്ലൈന്റ് ചെയ്തപ്പോൾ, പ്രിൻസിപ്പൽ നിന്നെ വിളിച്ച് ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ നിനക്കൊന്നും അറിഞ്ഞൂടാന്ന് പറഞ്ഞു. ഞാനാണ് ആ എഴുത്തെഴുതിയെന്ന് പറഞ്ഞ് നീ കൈമലർത്തി. എന്നെ സസ്പെൻഡ് ചെയ്ത് പുറത്താക്കിയപ്പോൾ മുങ്ങിയ നീ പിന്നീട് 1989-ൽ ബാംഗ്ലൂരാണ് പോകുന്നത്. അതൊക്കെ പണ്ട്. ഒരു പോലീസ് ഇൻസ്പെക്ടർ ആയപ്പോഴെങ്കിലും നീ ഒന്ന് നന്നാവുമെന്ന് ഞാൻ വിചാരിച്ചു. എനിക്ക് തെറ്റിപ്പോടാ. മാനവും മര്യാദയായിട്ട് ജീവിക്കുക. വേണമെങ്കിൽ നിന്റെ കാല് പിടിക്കാം. എന്റെ ജോലി ഇല്ലാതാക്കുക. അല്ലേ ഞാൻ പറയുന്നത് നീ ഒരു പുല്ലും പറയണ്ട. കള്ളനെ പിടിച്ചില്ലെങ്കിലും വേണ്ടിയില്ല, ഇനി മേലാലി ഇൻവെസ്റ്റിഗേഷൻ റൂമിൽ പെണ്ണ പ്രേമം നിങ്ങൾ മിണ്ടിപ്പോയാൽ എന്റെ അമ്മയാണ് നിന്നെയും കൊല്ലും, ഞാനും ചാവും. ലോലപ്പൻ കളിക്കനാണ് സത്യം. കൊത്തിവെച്ച വെണ്ണക്കൽ ശില്പം പോലെ. അയ്യോ അയ്യോ എന്തു പറ്റി? എന്താ പറ്റിയെന്ന് കണ്ടൂടെ? എനിക്ക് ബുദ്ധിമുട്ടാണെന്ന് കരുതി ഇങ്ങനെ പറയണ്ട. ഈ സൈക്കിൾ ഞാൻ കടവരെ കൊണ്ടുതരാം. ഞാൻ ഒരു ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഉള്ള ആളാണ്. വേണ്ടെന്ന് പറഞ്ഞില്ലേ? അങ്ങനെ പറയരുത്. എനിക്ക് ഒരാളെ സഹായിക്കണം തോന്നിയാ പിന്നെ സഹായിക്കാതെ ഉറക്കം വരില്ല. ഞാൻ സൈക്കിൾ അല്ല കുഴപ്പമില്ലെന്നേ. വേണം. അപ്പൊ ടെലിഫോണിന് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല, ഒന്നും ഉണ്ടാക്കാതിരുന്നാ മതി. അങ്ങനെ പറയരുത്. ഞങ്ങൾ ഈ ടെലിഫോൺ ഡിപ്പാർട്ട്മെന്റുകാരെന്ന് പറഞ്ഞാല് നല്ലവരാണ്, സഹായ മനസ്കരാണ്. ഈ ടെലിഫോൺകാരെല്ലാവരും വളരെ ബുദ്ധിയുള്ള ആൾക്കാരുമാണ്. ഇൻസ്പെക്ടർ. അയ്യോ, എന്തോന്നാണോ ഇത്? ഇതൊക്കെ തൂക്കിക്കൊണ്ട് താൻ എങ്ങോട്ടാ? അരെ ബാബാ ഇൻവെസ്റ്റിഗേഷൻ സാർ. എന്തോന്ന് ഇൻവെസ്റ്റിഗേഷൻ? ഇൻവെസ്റ്റിഗേഷൻ സാർ, പ്ലീസ് സാർ. ശരി ശരി. ആ പോലീസിലാണ്. പുള്ളി ഇവിടുത്തെ കമ്മീഷണറാണ്. പിന്നെ അയാള് നിങ്ങളെ ഇൻസ്പെക്ടർ എന്ന് വിളിക്കുന്നത് കേട്ടല്ലോ. എന്നെ ആ, വിളിച്ച? വിളിച്ചില്ല. ആ വിളിച്ചത് ഞാൻ ഈ ടെലിഫോൺ ഇൻസ്പെക്ടർ ആയതുകൊണ്ട്, പിന്നെ ടെലിഫോൺ പുള്ളിയുടെ ഇൻസ്പെക്ടർ. ഫോൺ ചീത്ത ആയതുകൊണ്ട് എന്റെ അടുത്ത് നന്നാക്കി കൊടുക്കാൻ പറഞ്ഞിരിക്കുകയാണ്. വണ്ടി വണ്ടി. കുട്ടി 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 വെയിലുണ്ട്, ഇവിടെ നിന്നാ മതി. ഞാനിത് കടയിൽ കൊണ്ട് നന്നാക്കിയിട്ട് വരാം. ആ बच गया ഓക്കേ. no. अरे रे निकल गया। അതിനെപ്പറ്റി നീ ചോദിക്കണ്ട. ഒരു ഐഡിയ ഉണ്ട്. നമുക്ക് കാശ് കൊടുത്ത് കുറെ ഗുണ്ടകളെ അയച്ച് അവളെ കെറിപ്പിടിക്കാം. അപ്പൊ ഞാൻ പോയി അതിന്റെ ഇടയിൽ ചാടി വീണ് അവരെ കാട്ടി ചോടിച്ച് അവളെ ചീപ്പായിട്ട് കുറെ ഹിന്ദി സിനിമകളിൽ വന്നില്ലേ? കൊള്ളാം, നിനക്ക് പറ്റും. വേറൊരു ബെസ്റ്റ് ഡീസന്റ് ഐഡിയ ഉണ്ട്. പക്ഷെ അത് ചെയ്യണമെങ്കിൽ നിന്റെ കോപ്പറേഷൻ കൂടെ വേണം.
അവള് ആ രാജ്ഭവൻ റോഡില്ലേ ഇങ്ങോട്ട് ഒരു പക്ഷിക്കുഞ്ഞു പോലും ആ ഏരിയയിലില്ല. അപ്പൊ നീ വളരെ കാഷ്വൽ ആയിട്ട് അവളുടെ പുറകെ വളരെ ഇന്നസെന്റ് ആയിട്ട് ഇങ്ങനെ നടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ആരും ഇല്ലെന്ന് കാണുമ്പോ ടക്ക് നീ മാല പൊടിച്ചിടങ്ങ് ഓടുന്നു. കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞില്ല. അപ്പൊ ഞാൻ നിന്റെ പുറകെ ഓടും. നമ്മളിങ്ങനെ ഓടി ഓടി ഒരു ആ മാല നീ എന്റെ തരും, ഞാൻ അത് അവളുടെ കൊണ്ട് കൊടുക്കും. ഞാനൊരു പോലീസ് അതുകൊണ്ടല്ല ഞാൻ പറഞ്ഞത്, എടാ നിന്റെ പേഴ്സണാലിറ്റി, ആ കപ്പാസിറ്റി, ആ കഴിവ്, ആത്മാർത്ഥത പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നീ അല്ലാതെ പിന്നെ ചെയ്യാൻ മാത്രമല്ല നിനക്ക് എന്റെ അടുത്തുള്ള സ്നേഹം. എ ഫ്രണ്ട് ഇൻ നീഡ് ഇസ് എ ഫ്രണ്ട്. Friend in need is a friend. റോൾഡ് ഗോൾഡ് ആയിക്കൂടെ? നീ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടോ? കുഴപ്പം ഒരു കൺഫ്യൂഷൻ ഇല്ല. ചിന്തിച്ചാ ഒരു കൺഫ്യൂഷൻ ഇല്ല. ഞാൻ പറഞ്ഞുതരാം. നീ നേരെ പോയിട്ട് ആ മാല എനിക്ക് പിടിച്ച് വായിക്കുന്നു, ഒരു വളരെ തിരുവെത്തുമ്പോ നീ അതെന്റെ തരുന്നു, ഞാൻ അവൾക്ക് കൊണ്ട് കൊടുക്കുന്നു. Baba. hilarious यार, hilarious. That was actually hilarious. वो पहले वो अंदर he was stunned, like क्या हो Baba, गया? क्या हो गया? Was that Sundari? This, that. And But then amazing. उसके बाद ये साइकिल का पूरा ही बैंड बजा दिया इधर. बट अभी यही देखना है, इनफैक्ट वो प्रोफेसर का स्टोरी भी Story लाइक भी यार कैसे वो वो बीच फंसा में दिया आ ना गया उसको. ना. हाँ. पर अब देखते हैं, फिगर आउट करते हैं कि एंड में क्या होता है. पर मजा आ रहा है, इट्स फन. So guys, let's wait for more. Meanwhile, take care. बाय बाय.